പവർ വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യേശുക്രിസ്തുവിൽ കൂടെ ഉള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ശുശ്രൂഷ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തോന്നി. നിശ്ചയമായും ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു വലിയ അനുഗ്രഹമായിരിക്കും. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വേദാംശം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രവാചകനായ യെശയ്യാവ് പ്രവചന കുന്നിക്കേറി പ്രവചിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ലോകത്തിൽ ഭയപ്പെടേണ്ട എന്നൊരു വ്യക്തിയോട് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവം മാത്രം. ഭയപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യേശുവിന് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് യേശു പറയുമ്പോൾ, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുമ്പോൾ, സകല ഭയത്തിൻ്റെ അവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോവുകയാണ്. 1 യോഹന്നാന്റെ പുസ്തകം 4 അധ്യായം അതിൻ്റെ 18 വാക്യം ഇങ്ങനെ വായിക്കുന്നു: തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ ഭയം കടത്തിവിടുന്നത് ഒരു പൈശാചികത്വമാണ്. ഒരു ജോലി ചെയ്യുന്നവൻ തൻ്റെ ജോലി സ്ഥലത്തെ ഒരു കൊച്ചു സംഭവത്തെ ഭയപ്പെടുന്നു. ഒരു രോഗി തനിക്കുണ്ടായ കൊച്ചു രോഗത്തെ ഭയപ്പെടുന്നു. 1,00,000 രൂപ കടമുള്ളവൻ തനിക്കുണ്ടായ ഒരു കൊച്ചു കടത്തെ ഭയപ്പെടുന്നു. ഒരിക്കൽ കണ്ട ഒരു വണ്ടി ആക്സിഡന്റ്, അത് നിമിത്തം അവൻ നിത്യഭയത്തിന് അടിമയാകും. ഭയമാണ് പലരെയും ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയത്. ഭയമാണ് പലരെയും മാനസിക രോഗിയാക്കി മാറ്റിയത്. എന്നാൽ ഭയത്തിൽ നിന്ന് വിടുതൽ തരാൻ കഴിയുന്നൊരു ദൈവത്തെ പുസ്തകത്തിൽ കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുക. ഇവിടെ 1 യോഹന്നാന്റെ പുസ്തകത്തിൽ എഴുതുന്നു: തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. എന്തു സ്നേഹം? ദൈവസ്നേഹം നിന്റെ ഹൃദയത്തിൽ അകത്തു വന്നാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഭയം പുറത്തു പോകും. സ്നേഹം അകത്തു വന്നാലേ ഭയം പുറത്തു പോകത്തു. അതുപോലെ ദൈവസ്നേഹം നിന്റെ ഹൃദയത്തിൽ നിറയണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്തതെല്ലാം പുറത്തു പോകണം. ഇവിടെ ബൈബിൾ പറയാ, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഭയത്തിന്റെ ഉത്ഭവം എവിടാ? ഉൽപ്പത്തി 3:10. ദൈവം ഏദൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചാക്കിയിട്ട് 4 മണിക്ക് ഏദനിൽ ദൈവം ഇറങ്ങി വരിക. ആദമിലും ഹവ്വയിലും ദൈവം അണിയിപ്പിച്ച തേജസ്, ദൈവം കൊടുത്ത ഏദൻ തോട്ടം. പക്ഷേ ദൈവത്തിൻ്റെ ഒച്ച കേട്ട് ആദം ഒളിച്ചിരിക്കുന്നു. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്: ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന കാലൊച്ച കേട്ട് ഭയപ്പെട്ട് അവൻ ഒളിച്ചു. അപ്പൊ പാപമാണ് ഭയത്തിൻ്റെ തുടക്കം. ഇന്ന് ഒട്ടനവധി കുടുംബങ്ങളെ ഭയം അലട്ടിക്കൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിന്റെ കുടുംബത്തെ ഭയം വേട്ടയാടുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട എന്ന് ദൈവം ഈ വചനത്തിലൂടെ നിന്നോട് വിളിച്ചു പറയുക. ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാര്യം എന്താ?
ബൈബിൾ പറഞ്ഞു ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സ്നേഹിത, ആരും ഇല്ലെന്നൊരു ഭയം നിനക്ക് വേണ്ട. എന്നെ കൈപിടിച്ച് കയറ്റാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല, വേണ്ട. നിന്നെ നടത്താൻ കഴിയുന്നൊരു ദൈവം നിന്നെ കൈപിടിച്ചു നടത്തുവാൻ ശക്തനായി ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിന്റെ ചാരെ ഉണ്ട്. ഇന്നലകളിൽ സകല വഴി മടഞ്ഞു പോയൊരു വ്യക്തി ആയിരിക്കാം നീ. നാളെ എന്താകുമെന്നൊരു വ്യാകുലം നിന്റെ മനസ്സിലുണ്ട്. ഞാന് ഒരിക്കലും ഒരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഞാൻ വാഹനം ഓടിക്കത്തില്ല. എന്താ കാര്യം? അദ്ദേഹം വിവരിച്ചു, ഒരിക്കലൊരു കാർ ആക്സിഡന്റ് താൻ കണ്ടു. തൻ്റെ മനസ്സിൽ കിടക്കുക, ഞാൻ വാഹനം ഓടിച്ചാൽ എൻ്റെ വാഹനം ആക്സിഡന്റിൽ പെടും. സ്നേഹിത, നീ ഭയപ്പെടുന്നത് തന്നെ നിനക്ക് ഭവിക്കും. ഭയത്തെ മാറ്റാൻ ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. നീ വിശ്വസിക്കാൻ തയ്യാറായിക്കേ. ഭയത്തിന്റെ ചിന്തകൾ നീ നിന്റെ മനസ്സിൽ നിന്ന് ഉരിഞ്ഞു കളയാൻ തീരുമാനിച്ചേ. ബിസിനസ് തുടങ്ങിയപ്പോൾ നീ ചോദിക്കുക, ഞാൻ പരാജയപ്പെടും. ഇത് നിന്റെ മനസ്സിൽ സാത്താൻ മന്ത്രിക്കുക. ഈ ഭയചിന്തകളെ പുറത്താക്കണമെങ്കിൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. യേശുവിനെ അതിരു കടന്നു നീ സ്നേഹിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും ഭയചിന്തകൾ നിന്നെ വിട്ട് ദൂരെ പോകും. എനിക്കറിയാം, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഭയം നിമിത്തം ഡിപ്രഷൻ വന്നവർ, ഡിപ്രഷന് ഗുളിക കഴിക്കുന്നവർ, ഭയം നിമിത്തം ഉറങ്ങാൻ കഴിയാത്തവർ ഇന്ന് രാത്രിയിലും ഈ TV പ്രോഗ്രാമിന് മുമ്പിൽ ഇന്ന് ഇരിക്കുന്നുണ്ട്. നിന്നോട് ആ ദൈവത്തിന്റെ സന്ദേശം, ഭയത്തിന്റെ ദുരാത്മാവ് നിന്റെ ഭവനത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കാം. 91 സങ്കീർത്തനം 5-ാം വാക്യം പഠിക്കുമ്പോൾ, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ. രാത്രിയുടെ ഭീകരത അപ്പോഴാണ് അവർ തിരിച്ചറിയാൻ പോകുന്നത്. രാത്രി അവർ ഉറക്കം നഷ്ടപ്പെടുന്നു. എന്താ കാര്യം? ഭയം അവരെ കയറി പിടിച്ചിരിക്കുക. സകല ഭയത്തെയും ശാസിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഭവനത്തിനകത്തുണ്ട്. ബൈബിൾ പറയുന്ന ഭയത്തിന് ദണ്ഡനമുണ്ട്. ഡിപ്രഷന് ടാബ്ലറ്റ് കഴിക്കുന്ന പലരുടെയും ചരിത്രം ചോദിച്ചാൽ ഒരു ഭയമാണ് അവരുടെ സകല പരാജയത്തിനും കാരണം. ബൈബിൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ, നീ ഭയപ്പെടുന്നത് തന്നെ നിനക്ക് ഭവിക്കും. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി ഇടിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇടിച്ചിരിക്കും. നീ ഭയപ്പെടുന്നത് തന്നെ നിനക്ക് ഭവിക്കും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഭയത്തിൻ്റെ ദുരാത്മാവ് നിന്റെ കുടുംബത്തെ വേട്ടയാടുന്നെങ്കിൽ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ആ ഭയത്തിൻ്റെ ദുർഭൂതം നിന്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ദൈവം തൻ്റെ ശക്തിയാൽ അതിനെ പുറത്താക്കുകയാണ്. നമുക്ക് ബൈബിളിലേക്ക് ചിന്തകളെ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ടു, ഏറ്റവും ഭയപ്പെട്ടു. ഇവിടെ ഇസ്രായേലിനെ പിന്തുടരുന്ന ഒരു ഭയം, ദൈവത്തിൻ്റെ കരുതൽ നിനക്ക് കാണാനൊക്കാതെ, ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് നിനക്ക് കാണാനൊക്കാതെ, ദൈവത്തിൻ്റെ പരിപാലനം തിരിച്ചറിയാൻ കഴിയാതെ ഭയത്തിൻ്റെ വ്യാപാരത്താൽ. ഞാൻ ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദർ നിങ്ങൾ എന്തിനാ മദ്യപിക്കുന്നേ, നിങ്ങൾ എന്തിനാ കഞ്ചാവടിക്കുന്നേ, നിങ്ങൾ എന്തിനാ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? അവരെല്ലാം പറയുന്നൊരു സംഭവമുണ്ട്, ഞങ്ങളുടെ മനസ്സിലൊരു ഭയം കിടപ്പുണ്ട്. ആ ഭയം വിട്ടുപോയി ധൈര്യം ഉണ്ടാകാനാണ് ഞങ്ങൾ മദ്യപിക്കുന്നത്. സ്നേഹിത, മദ്യം തരുന്ന ധൈര്യം അരമണിക്കൂറേ ഉള്ളൂ. പക്ഷെ ദൈവം തരുന്ന ധൈര്യം നിലനിൽക്കുന്ന ധൈര്യമാണ്. ഇവിടെ ഭയം
ഭയം ഒരു പൈശാചികത്വമാണ്, പിന്തുടരുന്ന ഭയം. ചില ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പന് ഭയമായിരുന്നു, അതേ ഭയം മകൾക്കുമുണ്ട്. മകൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി, അതേ ഭയം കുഞ്ഞുങ്ങൾക്കുമുണ്ട്. പാരമ്പര്യമായി ഭയം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. രാത്രിയെ പേടിക്കുന്നവർ, പിശാചിനെ പേടിക്കുന്നവർ, തകർച്ചകളെ പേടിക്കുന്നവർ, ഭയം പാരമ്പര്യമായി നിന്റെ കുടുംബത്തെ വേട്ടയാടുന്നെങ്കിൽ ഓർത്തോണം, ഇന്ന് ഈ മെസ്സേജിലൂടെ ഭയത്തിന്റെ ദുരാത്മാവിനെ എൻ്റെ കർത്താവ് ബന്ധിക്കുന്ന ഒരു രാത്രിയായിരിക്കും ഈ രാത്രി. ചിലർക്ക് ഭർത്താക്കന്മാർ പുറത്തുപോയ ഭയങ്കര ഭാരം, ഭയങ്കര ഭയം, ഭയങ്കര ടെൻഷൻ, സ്വസ്ഥതയില്ലാത്തൊരനുഭവമായി ഭയത്തിന്റെ വേട്ടയാണ്. നല്ല വീട്ടിൽ താമസിച്ചെന്നോ നല്ല കാറിൽ പോയെന്നോ കരുതി സ്വസ്ഥത ഉണ്ടാകണമെന്നില്ല. ജീവിതത്തിൽ എന്തൊക്കെ സുഖലോലുപകൾ ഉണ്ടെങ്കിലും സ്നേഹിത, സ്വസ്ഥത ഉണ്ടാകണമെന്നില്ല. മറിച്ച് ഭയം പുറത്തു പോയാൽ അകത്ത് സ്വസ്ഥതയുണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. മറ്റാരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത പോലെ ഭയം നിന്റെ ജീവിതത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇന്ന് പലർക്കും ഡിപ്രഷൻ ഉള്ള പലർക്കും ഇന്നത്തെ ഈ മെസ്സേജിലൂടെ അത്ഭുതകരമായ വിടുതൽ നടക്കാൻ പോവുക. ഒരു സൈക്കാട്രി പേഷ്യൻ്റ് ആണോ എന്ന് നീ തോന്നത്തക്ക നിലയിൽ രോഗം, ഭയം നിന്നെ കാർന്ന് പിടിച്ചിരിക്കുക. ദൈവം പറയുക, തൻ്റെ ശക്തിയാൽ ഇന്ന് ഭയത്തിൻ്റെ ദുർശക്തികൾ ജീവിതത്തിൽ നീങ്ങിപ്പോകാൻ പോവുകയാണ്. രാത്രിയിലെ ഭയം അതൊരു പൈശാചികത്വമാണ്. അതിനെ നമ്മൾ ജയിച്ചേ പറ്റൂ.